ഹായ്, എല്ലാവർക്കും ജിനി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പൊറോട്ടയാണ്. ഇതിനു വേണ്ടി ആദ്യമായി നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ കുറച്ച് എണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇത് 15 മിനിറ്റ് നേരത്തേക്കിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി മാറും. പിന്നെ ഇതിൻ്റെ സ്റ്റഫിങ്ങിന് വേണ്ടി ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഡ്രൈ മാംഗോ പൗഡർ 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ആദ്യമായി നമുക്ക് പനീറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് സവാളയും പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തെടുക്കണം. സ്റ്റഫിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ഗോതമ്പ് മാവെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡ് ഇതേപോലെ പരത്തിയിട്ട് നമുക്കിതിൻ്റെ നടുക്ക് സ്റ്റഫിംഗ് വെച്ച് ഇത് സീൽ ചെയ്യണം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നടുക്ക് കൂടുതൽ പ്രസ് ചെയ്യാതെ സൈഡ് വശം പ്രസ് ചെയ്ത് നമുക്കിത് പരത്തിയെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പനീർ എല്ലാ വശത്തേക്കും ആകും.
ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ പരത്തിയെടുക്കാം. രണ്ട് ഗ്ലാസ് ഗോതമ്പ് മാവ് കൊണ്ട് ഞാനിവിടെ 8 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് പനീർ ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇനി ഒരു തവ സ്റ്റൗവിൽ വെച്ച് അത് ചൂടാകുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചൂടാവുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ശകലം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അച്ചാറിൻ്റെയും തൈരിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജിനി വേൾഡ്.